പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഈ പ്രഭാതത്തിലായിരിക്കുവാൻ നമ്മളെ ആരോഗ്യത്തോടെ, ബലത്തോടെ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഒരു പുതുദിനത്തെ കാണുവാൻ ഭാഗ്യം തന്ന കർത്താവിൻ്റെ നാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ വായിക്കുന്നു. പ്രോവർബ്സ് ചാപ്റ്റർ 4 വേഴ്സ് 18 and 19. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതെങ്കിൽ തട്ടി വീഴും എന്ന് അവൻ അറിയുന്നില്ല. ഈ 2 വാക്യങ്ങൾ ഒന്ന് അടർത്തിയെടുത്ത് അവിടെ പഠിക്കുമ്പോൾ 2 വിധത്തിലുള്ള ഭാഗങ്ങൾ കാണാം. ഒന്ന് നീതിമാന്മാര്, 2 ദുഷ്ടന്മാര്. അത് രണ്ടും നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ക്രിയ ചെയ്യുന്നയാള്, കർത്താവ് എന്ന് മലയാളത്തിൽ പറയും. അത് ദുഷ്ടന്മാര് ഒരു സൈഡിൽ, ദുഷ്ടന്മാര് മറ്റേ സൈഡില് നീതിമാന്മാര് ആരാണെന്ന് പറയുന്നതാണ് ആ ആദ്യത്തെ വാക്യം എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇത് നീതിമാന്മാര്. ആ നീതിമാന്മാരുടെ 2 നീതിമാന്മാരുടെ പാത, 2 ദുഷ്ടന്മാരുടെ വഴി. 1 നീതിമാന്മാര്, ദുഷ്ടന്മാര്. 2 നീതിമാന്മാരുടെ പാത, ദുഷ്ടന്മാരുടെ വഴി. പിന്നെ ആ വഴി, നീതിമാന്മാരുടെ പാതയുടെ റിസൾട്ട് എന്താണെന്നും അത് എപ്പം വരെ ഉണ്ട് എന്നും എങ്ങനെയാണത് മുന്നോട്ട് പോകുന്നതെന്നും, താഴെ ദുഷ്ടന്മാരുടെ വഴി, അതിൻ്റെ പാതയുടെ റിസൾട്ട് എന്താണെന്നും എങ്ങനെ അതിൻ്റെ അവസാനം വരും എന്നുമാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ 2 ഭാഗം ഇന്ന് പ്രഭാതത്തിൽ ഈ 2 ഭാഗം വായിക്കുമ്പോൾ ഇത് 2-ൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ. ഈ വചനം കേൾക്കുമ്പോൾ ഇത് 2-ൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാ. ആദ്യം അതിൻ്റെ റിസൾട്ട് പറഞ്ഞിട്ട് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് തീരുമാനിക്കാം. ആദ്യത്തെ വിഭാഗത്തിലാണെങ്കിൽ നീതിമാന്മാർ എന്താണെന്ന് ഞാൻ ഈ മെസ്സേജിന്റെ ആരാണെന്ന് മെസ്സേജിന്റെ അവസാനം പറയാം. പക്ഷെ റിസൾട്ട് ഞാൻ ആദ്യം പറയാം. നീതിമാന്മാരാണെങ്കിൽ നിന്റെ വഴി, നിന്റെ പാത പ്രഭാതത്തിന്റെ വെളിച്ചം പോലെയായിരിക്കും. പ്രഭാതത്തെക്കുറിച്ച് കവികൾ പാടിയിട്ടുണ്ട്. പ്രഭാതത്തിന്റെ സൂര്യശോഭയെക്കുറിച്ചും ഉദിച്ചു വരുന്ന സൂര്യന്റെ ആ പ്രകാശത്തെക്കുറിച്ചും വളരെ 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 കവികൾ ഇങ്ങനെ പാടി വർണ്ണിച്ചിട്ടുണ്ട്. മഞ്ഞുതുള്ളി ചൂടി നിൽക്കുന്ന പ്രഭാതത്തെക്കുറിച്ചും പാടിയിട്ടുണ്ട്. അത്ര മനോഹരമാണ്, അത്ര ശോഭയുള്ളതാണ്. ഈ ശോഭയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പ്രഭാതത്തിനൊരു കുളിർമയുണ്ട്, ഐശ്വര്യമുണ്ട്, ഒരു ഉന്മേഷമുണ്ട്, ഒരു പുത്തൻ ചിന്താഗതി പുലർന്നു വരുന്ന ഒരു പുത്തൻ പ്രഭാതമാണ് പ്രഭാതത്തെ ഓർപ്പിക്കുന്നത്. അപ്പം നീതിമാന്മാരുടെ വഴി ആരംഭിക്കുന്നത് ഒരു പ്രഭാതം പോലെ, ഉദിച്ചു വരുന്ന ഉദയ സൂര്യന്റെ ശോഭ പോലെ, മഞ്ഞുതുള്ളികൾ പുൽക്കണത്തിൽ ചാരി നിന്ന് അത് ഉന്മേഷം തരുന്നത് പോലെ, ഒരു പ്രകാശത്തിന്റെ, നീതി സൂര്യന്റെ പ്രകാശം അടിച്ചിട്ട് ആ പ്രകാശം പ്രഭാതത്തിൽ ആരംഭിക്കുന്നത് പോലെ. 2 നീതിമാന്റെ വഴിയുടെ അവസാനം എന്ന് പറയുന്നത് തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് കൂടി വരും. ഈ വെളിച്ചം കൂടി വരും, ഈ പ്രകാശം കൂടി വരും, ഈ ചൂട് അല്പം കൂടി ഉയർന്ന് പ്രഭാതമാകുമ്പോഴത്തേനും അതിൻ്റെ പാരമ്യത്തിൽ ഉച്ചസ്ഥായിയിലെത്തും. ഇതുപോലെ നീതിമാന്മാരുടെ വഴി ആത്യന്തം ബലപ്പെട്ടിരിക്കും. ഉത്തരോത്തരം അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഉത്തരോത്തരം അത് വളർന്നുകൊണ്ടിരിക്കും. ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. നീതിമാന്മാരും അവരുടെ സന്തതിയും അനുഗ്രഹിക്കപ്പെടും. അവന്റെ തലമുറയായി അനുഗ്രഹിക്കപ്പെടും. ഇത് യഹോവയുടെ വാഗ്ദത്തമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നീതിമാനായിരിക്കാൻ. ഹല്ലേലൂയ. ആരാണ് നീതിമാനെന്ന് ഞാൻ ഈ സന്ദേശത്തിന്റെ അവസാനം പറയാം. പക്ഷെ അതിനു മുമ്പ് ദുഷ്ടന്മാരുടെ ആരാണെന്നും ദുഷ്ടന്മാരുടെ വഴി എന്താണെന്നും പറയാം. ദുഷ്ടന്മാരാരാണെന്ന് സന്ദേശത്തിന്റെ അവസാനം പറയാം, അവരുടെ വഴി. അപ്പം ആദ്യം നമ്മൾ ചിന്തിച്ചത് നീതിമാന്മാരുടെ വഴി. അത് തുടക്കത്തിൽ ഉദയസൂര്യന്റെ പ്രകാശം പോലെ ആരംഭിച്ച് അത് ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ച് അതിന്റെ പാരമത്യത്തിലെത്തി, ജീവിത സായാഹ്നത്തിൽ പാരമത്യത്തിൽ എത്തി നിൽക്കുന്നത്. ദുഷ്ടന്മാരുടെ വഴി, അതിനെക്കുറിച്ച് പറയുന്നു, ഇത്
അന്ധകാരത്തിലാണ് തുടങ്ങുന്നത്. കാര്യം ഈ വഴിക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഉണ്ടെങ്കിലും തുടങ്ങുന്നത് അന്ധകാരം പോലെയാ. അത് തുടങ്ങുന്ന എല്ലാ കരത്തിലെല്ലാം വെച്ചിട്ട് ദുഷ്ടന്മാരുടെ പിടിച്ചു പറിക്കുന്നത്, ദുഷ്ടന്മാരുടെ കൊള്ളയും, ദുഷ്ടന്മാരുടെ കയ്യിലിപ്പം അതെല്ലാം കരത്തിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ നടക്കുന്ന വഴി അന്ധകാരത്തിനകത്താ, ഇരുട്ടിനകത്താ നടക്കുന്നത്. ഒരു കാര്യം പറയാം, ഏതിൽ തട്ടി വീഴുമെന്ന് അവൻ അറിയുന്നില്ല. ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോ നീ ഏതിലെങ്കിലും തട്ടി വീഴുമെന്ന് ഭാരപ്പെട്ട് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയട്ടെ, അന്ധകാരത്തിലാണ് നടക്കുന്നത്. നാം എല്ലാം അന്ധകാരത്തിലായിരുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങൾ. അപ്പോൾ അന്ധകാരത്തിലിരുന്ന നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? വിളിച്ചവന്റെ നന്മ ഘോഷിക്കാൻ, കർത്താവായ യേശുവിനെ സാക്ഷീകരിക്കാൻ. അപ്പൊ ഈ രണ്ട് വഴികളുണ്ട്. ഒന്ന് പ്രകാശത്തിന്റെ വഴി, ഉദയസൂര്യന്റെ പ്രഭാതത്തിൽ ആരംഭിച്ച് ഉച്ചവരെ എത്തുന്നത്. രണ്ട്, അന്ധകാരത്തിൽ തുടങ്ങി കരത്തിൽ ഒരുപാട് കൊള്ളയും വസ്തുക്കളും ഒക്കെ ഉണ്ടെങ്കിലോ നടക്കുന്നത് അന്ധകാരത്തിലാ. ഏതിലെങ്കിലും തട്ടി വീഴുമെന്ന് ഭയപ്പെട്ടുന്നു, തട്ടി വീഴുന്നു, അതോടെ അവസാനിക്കുന്നു. ഇനി ആ ഭാഗത്തേക്ക് വരാം. ആരാണ് നീതിമാൻ, ആരാണ് ദുഷ്ടൻ? നീതിമാനെ കുറിച്ച് പുസ്തകത്തിൽ വേദപുസ്തകത്തിൽ ഒരുപാടിടത്ത് പറയുന്നുണ്ട്. ഒരെണ്ണം മാത്രം പറയാം. 15-ാം സങ്കീർത്തനം പറയുന്നു, നീതി പ്രവർത്തിക്കുന്നവൻ നീതിമാൻ. യഹോവയുടെ പർവ്വതത്തിൽ ആർക്കാരും അവരുടെ വിശുദ്ധ മന്ദിരത്തിൽ ആവസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ദോഷത്തിന് കാലുകൾ വയ്ക്കാതിരിക്കുകയും ചെയ്തവൻ, കൂട്ടുകാരനോട് വ്യാജം പറയാതിരിക്കുന്നവൻ, കൂട്ടുകാരന് അപമാനം വരുത്താതിരിക്കുന്നവൻ, കുറ്റമില്ലാത്തൊരു നേരെ കൈക്കൂലി വാങ്ങാതിരിക്കുന്നവൻ, ദ്രവ്യ പലിശയ്ക്ക് കൊടുക്കാതിരിക്കുന്നവൻ, ഇവരെല്ലാം വന്നിട്ട് പറയുന്നു, സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ, ഇവന്റെ വഴി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആ നീതി ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു നീതിമാൻ എന്ന് പറയുന്നു. 1-ാം സങ്കീർത്തനത്തിൽ ദുഷ്ടന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. പാപികൾ വഴി നിൽക്കാതെ, പരിഹാസം നീർപ്പെടുത്തിരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ അവൻ നീതിമാൻ, ഭാഗ്യവാൻ. എന്നാൽ താഴെ പറയുന്നു, ദുഷ്ടന്മാർ അങ്ങനെയല്ല. ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ ദുഷ്ടന്മാരെന്ന് പറയും. അവര് എന്ത് ഭവിക്കുമെന്ന് ഓർക്കാതെ തിന്മ ചെയ്യാൻ പേടിയില്ലാത്തവർ. ഒന്നുകൂടി എടുത്തു പറയാം, പുസ്തകത്തിന്റെ ഭാഷയിൽ അത് എടുത്തു വിവരിപ്പാൻ സമയമില്ലാത്തൊരു ഒറ്റ വാക്യം പറയാം. നീ ഒരു തിന്മ ചെയ്തിട്ട് മനസാക്ഷി കുറ്റം വിധിക്കാതെ വീണ്ടും അതിൽ തുടർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ, അത് ആവർത്തിക്കുന്നെങ്കിൽ നിന്റെ പേര് ദുഷ്ടൻ എന്നാ. ഒരു തിന്മ ചെയ്ത് ഒരു വേദനിപ്പിക്കുന്ന മറ്റൊരാളെ കരയിപ്പിച്ച് അവന്റെ സങ്കടം കണ്ടിട്ട് നിന്റെ മനസ്സിൽ അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദൈവിക അംശം നിന്റെ അകത്തുണ്ട്. ഒരു ദുഷ്ടത കണ്ടിട്ട് ഒരാളെ കരയിപ്പിച്ച് വേദനിപ്പിച്ചിട്ട് അവന്റെ സ്വത്ത് അപഹരിച്ചിട്ട്, അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും കാര്യങ്ങൾ അപഹരിച്ചിട്ട്, അവന്റെ വേദന കണ്ടിട്ട് അവനെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി സങ്കടപ്പെടുത്തിയിട്ട് അതിനകത്ത് കുറ്റബോധം തോന്നാതെ വീണ്ടും ഒരു മനസാക്ഷിക്കുത്തില്ലാതെ തുടരുന്നെങ്കിൽ നിന്റെ പേര് ദുഷ്ടത പ്രവർത്തിക്കുന്നവനെന്നാ. മാത്രമല്ല, ഈ ദുഷ്ടന്മാരുടെ കൂട്ടുകൂടുന്നവൻ, അതിക്രമത്തിനും കൊള്ളിവെപ്പിനും അക്രമത്തിനും കൂട്ടുകൂടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പുസ്തകം പറയുന്നത് ദുഷ്ടൻ എന്നാ പറയുന്നത്. അവനെ കുറിച്ച് 1-ാം സങ്കീർത്തനം പറയുന്നു, അവൻ ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുമാറ്റുന്ന പതിർ പോലെ അത്രേ. പിന്നെ ആ ദുഷ്ടന്മാരെ പിന്നെ ഇവിടെ 73-ാം സങ്കീർത്തനം പറയുന്നു, പിന്നെ അവരെ കാണാനില്ല. 37-ാം സങ്കീർത്തനം പറയുന്നു, ദുഷ്ടന്മാരുടെ ആ വളർച്ച കണ്ടിട്ട് എനിക്ക് അവരോട് അസൂയ തോന്നി. അഹങ്കാരികൾ അഭിവൃദ്ധിപ്പെടുന്നല്ലോ എന്ന് തോന്നി. ശരിയാ, അത് തോന്നും. പക്ഷെ പിന്നെ പോയപ്പോൾ, ആ വഴി പോയപ്പോൾ അവരവിടെ ഇല്ല. അവര് മാത്രമല്ല, അവരുടെ തലമുറകളും കൂടി അവിടെ ഇല്ല. ഇതാ പ്രത്യേകത. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരത്തില്ല. അതിന് പറയുന്ന പേരെ തട്ടി വീഴുമെന്ന് അറിയുന്നില്ല. ഇന്നൊന്ന് മടങ്ങി വന്നേ, നീതിമാനായി യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയെ ഭയപ്പെട്ട അവന്റെ വഴികൾ നടക്കുന്ന മനുഷ്യന്റെ പേര് ബ്ലെസ്സഡ് ഈസ് ദ മാൻ, ഭാഗ്യവാൻ എന്ന് മലയാളത്തിൽ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ നീതിമാനാ. നീതി പ്രസംഗിയായ നോഹയെ ബൈബിളിൽ കാണാം. നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവരെ അത് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നീതിമാനായ അതേ കൊർന്നല്യോസിനെ കുറിച്ച് നീതി പ്രവർത്തിക്കുന്ന മനുഷ്യനെന്ന് പറയുന്നുണ്ട്. യോബ്
ഇയ്യോബിനെ കുറിച്ച് പറയുന്നു, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം പ്രവർത്തിക്കാത്തവൻ, നീതിമാൻ. ഇയ്യോബിനെ കുറിച്ച് പറയുന്നു. ദോഷം വിട്ടകലുന്നവൻ, അവന്റെ പേരാ നീതിമാൻ എന്ന്. നീതിമാന്മാർക്കൊരു പ്രതിഫലമുണ്ട്. അവര് എവിടെയെങ്കിലും ഒന്ന് താഴ്ന്നു പോയി എന്ന് തോന്നിയാൽ കഴുകന്മാരെ പോലെ ചിറകടിച്ച് അവരെ പറന്നുയരും. കാരണം അവര് പ്രഭാതം പോലെ ആരംഭിച്ചിട്ട് അതേ ഉച്ചയ്ക്ക് ഉദിക്കുന്ന സൂര്യൻ പോലെ അവരാ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ദുഷ്ടന്മാർ അങ്ങനെയല്ല. കാറ്റുവാച്ചെന്ന് പതിർപ്പോലെ അത്രേ. അത് കഴിഞ്ഞിട്ട് ആ വചനത്തിന്റെ അവസാനം പറയുന്നത്, ആ നീതിമാന്റെ പ്രത്യേകത, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇന്ന് ഈ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തിൽ പറയട്ടെ, ദൈവത്തെ ഭയപ്പെട്ട് ആ കൽപ്പന അനുസരിച്ച് നീ ഒരു ദൈവവൈതലാണോ? നിന്നെ മനസാക്ഷി കുറ്റം വിധിക്കുന്നുണ്ടോ? ദൈവസന്നിധിയിൽ അനുദിനം ഒന്ന് കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ? ആ പാട്ട് ചോദിക്കുന്നത് പോലെ, കുളിച്ചോ കുഞ്ഞാട്ടിൻ, അതേ ആത്മശുദ്ധി നൽകും രക്തത്തിൽ കുളിക്കുന്ന വ്യക്തിയാണോ? അനുദിനം കഴുകപ്പെടുന്ന വ്യക്തിയാണോ? നിന്റെ പേരാ 1 സംഖ്യത്തിന്റെ അവസാനം പറയുന്നത്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നവൻ, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവൻ, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കുന്നവൻ, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇന്നൊരു തടസ്സമുണ്ടായെന്ന് വെച്ച് ഭാരപ്പെടണ്ട. ഇന്നൊരു വേദനയുണ്ടായി, തലമുറകളുടെ കാര്യത്തിൽ ഒരു വേദന ഉണ്ടായെന്ന് വെച്ചോ, ഒരു തടസ്സമുണ്ടായെന്ന് വെച്ചോ, ഭാരപ്പെടണ്ട. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. കാര്യം, യഹോവ നിന്നോട് കൂടെയിരിക്കും. നീതിമാന്മാരുടെ വഴി യഹോവയുടെ കണ്ണിലിരിക്കുകയാ. യഹോവ അവനെ ഗൈഡ് ചെയ്യും. യഹോവ ആ വഴിക്ക് കൂടിയിരിക്കും. അതെ, അവൻ വീണാലും നിലപ്പരിച്ചാകാതെ കർത്താവ് അവന്റെ കരത്തിൽ പിടിച്ച് താങ്ങും. അത് ഇവിടെ മാത്രമല്ല, നിത്യത വരെ. ഇതാ നീതിമാന്മാരുടെ വഴി യഹോവ അറിയുന്നു. ഒന്ന് മടങ്ങി വന്ന് കർത്താവിനോട് കൂടെ നടക്കുന്ന നിന്റെ പേരാ നീതിമാൻ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, നീതിമാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇയ്യോബ് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴിയിൽ നടന്നു. ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവരുടെ പേരാ നീതിമാൻ. ഇന്ന് കർത്താവിലേക്ക് ഒന്നും മടങ്ങി വന്നേ, ആ രക്തത്താൽ ഒന്ന് കുളിച്ച് ശുദ്ധീകരിക്കപ്പെട്ടേ, എന്നിട്ട് നീതിമാനായിട്ടിരുന്നേ. അത് നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്നത്, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷം പോലെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ആ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്നു. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന സകല പേരെയോ നീതിമാന്മാരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി, കർത്താവിനോട് കൂടെ നടക്കാൻ വഴി കർത്താവ്, നീതിമാന്മാരുടെ വഴി കർത്താവ് സൂക്ഷിച്ചു നോക്കുന്നു. വഴി നോക്കുന്ന, വഴി ഗൈഡ് ചെയ്യുന്ന കർത്താവിന്റെ സാന്നിധ്യം കൂടെയുള്ളവരായിരിക്കുവാൻ ജനത്തെ ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. അല്ലെങ്കിൽ ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ നടക്കാൻ അനുദിനം ആ തങ്കച്ചോരയാൽ കാൽവരി ക്രൂശിന്റെ രക്തത്താൽ കഴുകപ്പെടാൻ, നിത്യത വരെ എത്തുവാൻ, ആ വഴിയിൽ കൂടെ നടന്ന് നിത്യത വരെ എത്തുവാൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ സ്വർഗത്തിന്റെ കരങ്ങളിലേക്ക് തരുന്നു. സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ വഴിയിൽ നടക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നപ്പ. ഇന്നത്തെ സാധ്യതകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ പദ്ധതിക്ക് ഒരുക്കുന്നതിനായി നന്ദി. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. സകല മാനമോഹത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് ദൈവത്തോട് കൂടെ നടക്കാം. അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.